ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. ഏതക്ഷരങ്ങൾക്കാണ് ചിഹ്നങ്ങൾ വരിക കൂട്ടുകാരെ? സ്വരാക്ഷരങ്ങൾക്ക്. ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ആ ആയിക്ക് ചിഹ്നമൊന്നുമില്ല കൂട്ടുകാരെ. ആയുടെ ചിഹ്നം. എന്തിനാണ് കൂട്ടുകാരെ ആയുടെ ചിഹ്നത്തിന് മുമ്പ് ഒരു റൗണ്ട് കൊടുത്തിരിക്കുന്നത്? അവിടെ വ്യഞ്ജനാക്ഷരം എഴുതിയതിന് ശേഷമാണ് നമ്മൾ ചിഹ്നം കൊടുക്കുന്നത്. നമുക്കൊരു പ്രാവശ്യം എഴുതി നോക്കിയാലോ കൂട്ടുകാരെ. ക പ്ലസ് ആ. എങ്ങനെ എഴുതണം കൂട്ടുകാരെ? ക, ആദ്യം അക്ഷരം, അതിനുശേഷം ചിഹ്നം. ഈയുടെ ചിഹ്നം, ആദ്യം അക്ഷരം, അതിനുശേഷം ചിഹ്നം. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ കൂട്ടുകാരെ. ക പ്ലസ് ഇ, കി, ആദ്യം അക്ഷരം, അതിനുശേഷം ചിഹ്നം. ഈയുടെ ചിഹ്നം ക പ്ലസ് ഈ, കീ, ആദ്യം അക്ഷരം, അതിനുശേഷം ചിഹ്നം. ഊവിൻ്റെ ചിഹ്നം ക പ്ലസ് ഉ, കു, ആദ്യം അക്ഷരം, ചിഹ്നം. ഊവിൻ്റെ ചിഹ്നം ക പ്ലസ് ഉ, കു, ആദ്യം അക്ഷരം, ചിഹ്നം. ഋവിൻ്റെ ചിഹ്നം ക പ്ലസ് ഋ, കൃ, ആദ്യം അക്ഷരം, അതിനുശേഷം ചിഹ്നം. എയുടെ ചിഹ്നം. ഇവിടെ എന്താണ് വ്യത്യാസം കൂട്ടുകാരെ? ഇവിടെ ആദ്യം നമ്മൾ ചിഹ്നം എഴുതും, അതിനുശേഷം മാത്രമേ നമ്മൾ അക്ഷരം എഴുതുകയുള്ളൂ. ക പ്ലസ് എ, കെ, ആദ്യം ചിഹ്നം, അതിനുശേഷം അക്ഷരം. എയുടെ ചിഹ്നം. ഇവിടെയും ചിഹ്നം ആദ്യമാണ് വരുന്നത് കൂട്ടുകാരെ, അതിനുശേഷം അക്ഷരം. ക പ്ലസ് എ, കെ, ചിഹ്നം, അക്ഷരം. ഐയുടെ ചിഹ്നം ക പ്ലസ് ഐ, കൈ, ചിഹ്നം, അക്ഷരം. ഓയുടെ ചിഹ്നം. ഇവിടെ എന്താണ് ഒരു പ്രത്യേകത കൂട്ടുകാരെ? അക്ഷരം നടുക്കാണ് വരുന്നത്. അക്ഷരത്തിൻ്റെ ലെഫ്റ്റും ഒരു ചിഹ്നമുണ്ട്, അതേപോലെ തന്നെ റൈറ്റും ഒരു ചിഹ്നമുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. ക പ്ലസ് ഓ, കോ. നോക്കൂ കൂട്ടുകാരെ, ലെഫ്റ്റ് ഒരു ചിഹ്നം, അക്ഷരം, റൈറ്റ് ഒരു ചിഹ്നം. ഓയുടെ ചിഹ്നവും അതേപോലെയാണ് വരുന്നത് കൂട്ടുകാരെ. അക്ഷരം നടുക്ക്, ലെഫ്റ്റ് ഒരു ചിഹ്നം, അതേപോലെ റൈറ്റിലും ഒരു ചിഹ്നം. ക പ്ലസ് ഓ, കോ, ചിഹ്നം, അക്ഷരം, ചിഹ്നം. ഔവിൻ്റെ ചിഹ്നം. ഔവിൻ്റെ ചിഹ്നം അക്ഷരത്തിന് ശേഷമാണ് വരുന്നത്. ക പ്ലസ് ഔ, കൗ, അക്ഷരം, ചിഹ്നം. അമ്മിൻ്റെ ചിഹ്നവും അക്ഷരത്തിന് ശേഷമാണ് വരുന്നത്. ക പ്ലസ് കം, അക്ഷരം, ചിഹ്നം.